Everybody, right now, everybody. എല്ലാവരും കഴിച്ചിട്ട് PR ഒന്നുമല്ല, 10 PR വാങ്ങിയിട്ടില്ല. ഗൈസ് എല്ലാവരും അനീഷിന് വേണ്ടി വോട്ട് ചെയ്യണം. ഓക്കെ, ഈക്വൽ അനീഷ് തൂക്കണം, കപ്പ അനീഷ് തൂക്കണം. ഓക്കെ, എല്ലാവരും ഇത് വോട്ട് ചെയ്ത ഫാമിലി കമന്റ്. തൊപ്പി നമുക്കറിയാം, തൊപ്പിയുടെ ഒരു ലെവൽ എത്രത്തോളം ഉണ്ട് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ വ്യക്തി ജിൻഡോ കപ്പ് എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് നിമിഷത്തിൽ വന്നിട്ട് ലൈവിൽ വന്നിട്ട് എല്ലാവരും ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യണമെന്നുണ്ടല്ലോ ഒരു പരാമർശം നടത്തി ലൈവിൽ വന്നിട്ട്. തൊപ്പിയുടെ റീച്ച് എത്രത്തോളം ഉണ്ടെന്നുള്ളത് മലയാളികൾക്ക് അറിയാം. കാരണം ഏറ്റവും കൂടുതൽ ടോപ്പ് 10 യൂട്യൂബേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 2, 3, 4, 5 ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ് തൊപ്പി. ഇൻകം അവർ കിട്ടുന്ന ഏണിങ്സ് ആയാലും റീച്ച് ആയാലും ആ കാര്യത്തിലല്ല. അപ്പൊ ഇതിപ്പോ ലാസ്റ്റ് നിമിഷത്തിൽ വന്നിട്ടാണ് തൊപ്പി ഈ അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും അനീഷിനെ വോട്ട് ചെയ്യാൻ പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ലൈവിൽ തന്നെ ലക്ഷക്കണക്കിന് വ്യൂസാണ് കയറി വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ലൈവ് കാണുന്ന എല്ലാ ആളുകളും അദ്ദേഹത്തിന്റെ കട്ട ഫാനാണ്. അപ്പോൾ അനീഷ്, ഞാനും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അനീഷ് ജയിക്കണം എന്ന് തന്നെയാണ്. കാരണം ഞാൻ ഫസ്റ്റ് പോലെ അനീഷിന്റെ ഗെയിമിൽ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. തൊപ്പി ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എനിക്കും കൂടി ഏകദേശം തോന്നിയിട്ടുള്ള കാര്യമാണ്. അതായത് PR അനുമോൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് സെക്കൻഡറി ആണ്. ഓൾറെഡി ഇപ്പോൾ അനുമോൾക്ക് സപ്പോർട്ട് കിട്ടുന്നതൊന്നും PR-ൻ്റെ മാത്രമല്ല. കാരണം അവരിപ്പോൾ ജെന്യൂനായിട്ടുള്ള ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ആദിലെ 100 ഒറ്റപ്പെടുത്തി വന്നുള്ള റീ എൻട്രി നടത്തിയിട്ടുള്ള മത്സരാർത്ഥികളും വളനിട്ട് ആക്രമിച്ച ശേഷം നല്ല രീതിയിൽ വോട്ടിംഗ് കയറിയിട്ടുണ്ട്. പക്ഷേ ഈ ഇടയ്ക്ക് അനുമോളിലെ അച്ഛൻ്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കടബാധ്യതയെ പറ്റി സംസാരിക്കുന്ന ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, വീഡിയോ കാണിച്ചു തരാം. എല്ലാം തീർക്കണം. അച്ഛൻ ആദ്യ കാലങ്ങളിൽ ടാപ്പിംഗ് ആയിരുന്നല്ലേ? ഇപ്പൊ മുട്ട് വയ്യാത്തോണ്ട് പോകുന്നില്ല, ഒന്നിനും പോകാൻ പറ്റുന്നില്ല. ആ ഒരു ഓപ്പറേഷൻ ചെയ്താലേ ഇതിൽ സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല കാര്യം. അപ്പൊ ഇവർക്ക് പുതിയ വീട് വെച്ചിട്ടുണ്ട് മോള്. ഓൾറെഡി പറഞ്ഞ ലോൺ എടുത്തായിരിക്കും വീട് വെച്ചിട്ടുണ്ട്. അവർ കടബാധ്യത ഉണ്ടാകും. സെലിബ്രിറ്റി ആണെങ്കിലും കടബാധ്യത ഇല്ലാതിരിക്കില്ല. എല്ലാവർക്കും കടവും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. പക്ഷെ അദ്ദേഹം സംസാരിക്കുന്നത് പുതിയ വീട്ടിൽ നിന്നല്ലാതെ പഴയ വീട്ടിലെ കടത്തിന്റെ കാര്യങ്ങളല്ല, ബാധ്യതയുടെ കാര്യം പറയുമ്പോൾ അവരുടെ പഴയ വീട്ടിലിരുന്നിട്ട് ഒരു എന്താ പറയുക ദയനീയാവസ്ഥ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചിട്ട് വോട്ടിംഗ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ സംസാരിച്ചത്, അനുമോളുടെ അച്ഛൻ സംസാരിച്ചത് ആ വീഡിയോയിൽ. പക്ഷെ അത് എനിക്ക് തോന്നുന്ന കാര്യമാണ്, അതാണ് തൊപ്പി പറയാനുള്ള കാരണം. അതായത് അനുമോള് വോട്ട് മറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടി കാണിച്ചു എന്നാണ് തൊപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തൊപ്പി പറഞ്ഞ നെഗറ്റീവ് കാര്യം അത് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇതിൽ സ്ക്രീൻ റെക്കോർഡിങ് വർക്ക് ചെയ്തതുകൊണ്ട് അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. തൊപ്പി പറഞ്ഞ സമയത്ത് ഇതിൽ സ്ക്രീൻ റെക്കോർഡ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് തൊപ്പി പറഞ്ഞത്. അതായത് വോട്ട് മറിക്കാൻ വേണ്ടി സിമ്പതി കിട്ടാൻ വേണ്ടി, ആളുകളുടെ വോട്ടിംഗ് കിട്ടാനും സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണ് വീടിന്റെ പഴയ വീട്ടിൽ പോയിട്ട് ഇങ്ങനെയുള്ള ദയനീയാവസ്ഥ പറഞ്ഞിട്ട് അല്ലെങ്കിൽ അവരുടെ കടവും കാര്യങ്ങളെ പറ്റിയിട്ട് ബാധ്യതകളെ പറ്റിയിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വോട്ടിംഗ് കയറും. അതാണ് തൊപ്പി എടുത്ത് പറയാനുള്ള കാരണം. പക്ഷെ എന്തൊക്കെ നോക്കിയാലും ബിഗ് ബോസിന്റെ ഉള്ളിൽ അനീഷായാലും അനുമോളായാലും ഇപ്പോൾ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഇതേപോലെ തൊപ്പി എന്ന യൂട്യൂബർ ജിൻഡോക്ക് സപ്പോർട്ട് മാത്രമല്ല ജിൻഡോ കപ്പടിച്ചത്, ജിൻഡോയ്ക്കുള്ള കഴിവുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചാൽ തൊപ്പിയുടെ നല്ല രീതിയിൽ വ്യൂസ് കയറുന്നുണ്ട് ലൈവിൽ. അപ്പോൾ അനീഷിനും അതിന് ലൈവ് വന്ന ശേഷം അനീഷ് നല്ല രീതിയിൽ വോട്ടിംഗ് കയറുന്നുണ്ട്. തൊപ്പി 2-3 പ്രാവശ്യം ലൈവിൽ വന്നിട്ട് പറഞ്ഞു അനീഷിന് വോട്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അനീഷ് അനുമോൾ അങ്ങനെ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എന്തായാലും അനീഷിന് തന്നെ വോട്ട് കിട്ടുമെന്ന് തോന്നുന്നു. തൊപ്പി പറഞ്ഞ കൊണ്ട് മാത്രമല്ല, ഫസ്റ്റ് മുതൽ തന്നെ, അതായത് ബിഗ് ബോസ് തുടങ്ങിയ അവിടെ മുതൽ ഇന്ന് വരെ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചൊരു വ്യക്തി അനീഷ് തന്നെയാണ്. തൊട്ട് താഴെയാണ് അനുമോളുടെ ഒരു സ്ഥാനം വരുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. മാത്രമല്ല ഫസ്റ്റ് മുതൽ തന്നെ ഈ കരച്ചിൽ നാടകമൊക്കെ അരങ്ങേറിയിട്ടുള്ളൊരു മത്സരത്തിൽ കൂടിയാണ് അനുമോള്. ഈ ഇടയ്ക്കാണ് കുറച്ചുകൂടി ജെന്യൂനായിട്ട് കളിക്കാൻ തുടങ്ങിയത് പല രീതിയിൽ. പിന്നെ അനാവശ്യമുള്ള ഫ്രണ്ട്ഷിപ്പ് പോയിട്ട് ക്രിയേറ്റ് ചെയ്യുക, അതിൽ പോയിട്ട് ഓരോ അബദ്ധങ്ങളിലൊക്കെ ചാടുക. ഇപ്പം ലാസ്റ്റ് നടക്കുന്ന ടിഷ്യൂ പേപ്പറിൻ്റെ ഇഷ്യൂ, അത് അതിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോംബാണ്. അത് ജെന്യൂനായിട്ടുള്ള കാര്യമല്ല, അക്ബറിനെയും അനുമോളിൽ തെറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ബോംബായിരുന്നു അത്. എങ്കിൽ കൂടി നല്ല രീതിയിൽ ഇപ്പോൾ അനുമോളിൽ വോട്ടിങ് കുറഞ്ഞു എന്നാണ് ഈ തൊപ്പിയുടെ ലൈവിന് ശേഷം എനിക്ക് തോന്നുന്നുള്ള കാര്യം. കാരണം നല്ല രീതിയിൽ ഇപ്പോൾ അനീഷിന് വോട്ട് കയറുന്നുണ്ട് തൊപ്പിയുടെ ലൈവിന് ശേഷം. അത്രത്തോളം തൊപ്പിക്ക് റീച്ച് ഉണ്ട്. തൊപ്പിയുടെ വ്യൂസ് നമുക്ക് അറിയാം. അത്രത്തോളം അദ്ദേഹത്തിന്റെ ഫാൻസ് ആയാലും ലൈവിൽ വരുന്ന ആളുകളൊക്കെ അദ്ദേഹത്തിന് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസാണ് തൊപ്പി എന്ന MRS തൊപ്പി എന്ന് പറയുന്ന യൂട്യൂബറിന്. അപ്പൊ എന്തായാലും അനീഷായാലും അനുമോളായാലും ഡിസേർവിംഗ് ആയിട്ടുള്ള 2 വ്യക്തികളാണ്. അപ്പൊ ആർക്കായാലും അനീഷിനായാലും അനുമോൾക്ക് ആര് ജയിച്ചാലും ഈ 2025 ബിഗ് ബോസ് സീസൺ 7 എന്ന് പറയുന്നത് ഡിസേർവിംഗ് ആയിട്ടുള്ള വ്യക്തികളെ 2 പേരും. മറ്റുള്ളവർ ഇപ്പോൾ നബീനായാലും ഷാനവാസ് അക്ബറായാലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഈ 2 പേര് അനുമോളായാലും അനുമോളായാലും
അനീഷ് ആയാലും ഡിസേർവിംഗ് ആയിട്ടുള്ള വ്യക്തികളാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അനീഷ് തന്നെയാണ് കപ്പടിക്കാൻ യോഗ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം.